നമസ്കാരം. ദുസ്വപ്നം കാണാറുണ്ടോ? നിങ്ങൾ ദുസ്വപ്നം കാണുന്നൊരു ശീലമുണ്ടോ നിങ്ങൾക്ക്? ദുസ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിലൊക്കെ ചീത്ത സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് കരയുക. കുട്ടികളാണെങ്കിലും വലിയ ആളുകളൊക്കെ ആണെങ്കിൽ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ഉറക്ക കരയുക, കാരണമില്ലാത്ത കാര്യം കൊണ്ട് കരയുക. ചിലത് സ്വപ്നം കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആപത്തിൻ്റെ ഒരു സൂചനയാണ് സ്വപ്നം, അല്ലെങ്കിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളുടെ ഒരു സൂചനയാണ് സ്വപ്നം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന ഉറക്കെ കരയുന്നൊരു ശീലമുണ്ട് എങ്കിൽ കാലദോഷം കൊണ്ടാവാം, ഗ്രഹദോഷങ്ങൾ കൊണ്ടാവാം, ഏതെങ്കിലും ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാവാം. ഒപ്പം തന്നെ ശത്രുദോഷങ്ങൾ കൊണ്ടാവാം. ആഭിചാരാദി ദോഷങ്ങളൊക്കെ ബാധിക്കുന്നവർക്ക് ഇങ്ങനെ ദുസ്വപ്നങ്ങളൊക്കെ കണ്ട് ഞെട്ടി ഉണരാറുണ്ട്. ഇതിന് കാരണം വരാൻ പോകുന്ന ചില പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഈ പറയുന്ന ഈ ദുസ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ ശ്രീ ലളിതാംബിക ദേവിയുടെ ക്ഷേത്ര ദർശനം, ദേവീക്ഷേത്രത്തിൽ ശ്രീ ലളിതാംബിക പ്രതിഷ്ഠയുള്ള എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഉണ്ടാവില്ല. ലളിതാംബിക പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രത്തിൽ 7 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ദർശനം നടത്താം. അങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുന്നത് നിത്യവുമാണെങ്കിൽ 7 ദിവസം അടുപ്പിച്ച് ദർശനം നടത്താം. ഇനി അങ്ങനെ ലളിതാംബിക പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ തൊട്ടടുത്തൊന്നും ഇല്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ 7 ദിവസം നിങ്ങൾ ദർശനം നടത്താം. സൗന്ദര്യലഹരിയിലെ 39ാമത്തെ ശ്ലോകം, സൗന്ദര്യലഹരി എടുത്തിട്ട് അതിൽ 39ാമത്തെ ശ്ലോകം നിത്യവും നിങ്ങൾ ഒരു 36 തവണ വീതം പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം നിത്യവും നിങ്ങൾ സന്ധ്യാസമയത്ത് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാം. നരസിംഹ യന്ത്രം എഴുതി ശരീരത്തിൽ കവചമായിട്ട് ധരിക്കുന്നതും ഈ ദുസ്വപ്നം കാണുന്നതിന് പരിഹാരമാണ്.